സോ എന്റെ വോയിസും അതേപോലെ PDF-ഉം ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, താങ്ക് യു. സോ നമ്മള് ക്ലാസ്സില് ടിമ്പർ കോളത്തിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കണ്ടത്. അതില് കുറച്ച് ക്ലാസിഫിക്കേഷനും കുറച്ച് ഇക്വേഷൻസും കണ്ടു. സോ ഇൻ ദിസ് ക്ലാസ് ഈ ഒരു ഹവറിൽ നമുക്ക് അതിന്റെ ഡിസൈൻ അനാലിസിസ് പാർട്ടിലേക്ക് നോക്കാം. So I will read out the question first. A column, a timber column, 150 mm by 150 mm, a square section on is made of teak wood. The unsupported length of the column is 1.5 meter. Clear ആയിട്ട് തന്നിട്ടുണ്ട് unsupported length 1.5 meter ആണ്. Determine the axial load on the column. അപ്പോൾ നമ്മൾ കണ്ട പോലെ we have to first classify the column. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത് 28 ആണ്. Slenderness ratio S/D is equal to, അപ്പോൾ ഇതിൽ S എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ്, 1.5 into 10⁻³ ഡിവൈഡഡ് ബൈ ലീസ്റ്റ് ഡയമെൻഷൻ ആണ്. സ്ക്വയർ ആയതുകൊണ്ട് രണ്ടും സെയിം ആണ്. 150 will give you 10. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കണ്ടിരുന്നതാണ് വാല്യൂ 11 താഴെയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഷോർട്ട് കോളം, 11നും K8 എന്ന വാല്യൂവിനും ഇടയിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇന്റർമീഡിയറ്റ് കോളം, ആൻഡ് K8ന് മുകളിൽ ടിൽ 50 വരെയാണ് അലവബിൾ ലോങ് കോളത്തിന്റെ സ്ലെൻഡർനെസ് റേഷ്യോസ്. അപ്പോൾ ഇതിന്റെ ക്ലോസ് പറയുന്നത് 7.6.14. നമുക്ക് ജസ്റ്റ് ഒന്ന് കോഡ് എടുത്തേക്കാം. 7.6. സോ ടിംബറിന്റെ കോഡില് 7.6 മുതൽ കോളത്തിന്റെ ഡിസൈൻ ആണ്. കോളത്തിന്റെ സോളിഡ് കോളം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഷോർട്ട് കോളത്തിന്റെ കേസിൽ S/Dയുടെ വാല്യൂ 11 താഴെ ആയിരിക്കണം. ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ 11 to K8 എന്ന റേഞ്ചിൽ നിൽക്കണം. ലോങ് കോളം K8 ആണ് വാല്യൂ വരുന്നത്, ആൻഡ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 50 എന്ന ക്ലോസ് ഇവിടെ ഉണ്ട്. 1.4ലുണ്ട് ലിമിറ്റിംഗ് കണ്ടീഷൻ. സോ നമ്മൾ ഈ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് കോളം ആയതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽ സ്ട്രെസ് തന്നെ നമുക്ക് ഡിസൈൻ പെർമിസിബിൾ സ്ട്രെസ് ആയിട്ട് യൂസ് ചെയ്യാം. സോ ക്ലാസിഫൈ ചെയ്തു, ഷോർട്ട് കോളം ആണെന്ന് മനസ്സിലാക്കി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സേഫ് വർക്കിംഗ് സ്ട്രെസ് അസ്യൂം ഷോർട്ട് കോളം ആൻഡ് ഇൻസൈഡ് ലൊക്കേഷൻ ആൻഡ് ദ വുഡ് ഓഫ് സ്റ്റാൻഡേർഡ് ഗ്രേഡ്. അപ്പൊ ഇതെല്ലാം അസംഷൻ ആണ്, ബിക്കോസ് ഒന്നും തന്നെ ക്വസ്റ്റ്യനിലില്ല. എല്ലാവരും മീഡിയം ലെവൽ എടുത്തിട്ട് we are finding the safe working stress parallel to the grade in compression. One more thing, ഞാൻ പറഞ്ഞിരുന്നു തേക്ക് മരം തന്നെ പല റീജിയനിൽ നിന്ന് കിട്ടുന്നതുണ്ടാവും, പല റീജിയനിൽ ടെസ്റ്റ് ചെയ്യുന്നതുണ്ടാവും. ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പൊ ഈ ഒരു തേക്ക് ഉത്തർപ്രദേശിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, അതെല്ലാം തന്നെ കോഡിലും ഉണ്ട്. ഇതിൽ ഞാനിപ്പോ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എവിടെ നിന്നാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് തന്നെ എടുത്ത് ഫോളോ ചെയ്യണം. നമ്മുടെ വാല്യൂ 9.4 ആണ്. ഞാൻ കോഡിലേക്ക് വരുമ്പോൾ പേജ് നമ്പർ 5ലാണ്. പേജ് നമ്പർ 5ല് ഇവിടെ ടെക്ടോണോ ഗ്രാൻഡിസ് എന്നാണ് ബോട്ടാണിക്കൽ നെയിം, തേക്ക് ഉത്തർപ്രദേശ്. അപ്പൊ ഇതാണ് നമ്മുടെ ടേബിൾ വരുന്നത്. 60. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ഈ വാല്യൂ നമുക്ക് ഈ വാല്യൂ ഇസ് റിക്വയർഡ് ഫോർ ഫൈൻഡിങ് ദ K8. K8 ഇപ്പൊ നമുക്ക് ഫൈൻഡ് ചെയ്യണ്ട, ഷോർട്ട് കോളത്തിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. ഇന്റർമീഡിയറ്റിലാണ് K8ന്റെ വാല്യൂ വേണ്ടത്. K8 ഇസ് ഡിപെൻഡ് ഓൺ ദ മോഡുലസ് ഇലാസ്റ്റിറ്റി. ഇവിടെ നിൽക്കട്ടെ, ബെൻഡിങ് ടെൻഷൻ ഒക്കെ ബീമിന്റെ ആണ്. അപ്പൊ കംപ്രഷൻ പാരലൽ ടു ഗ്രെയിൻ ഉണ്ട്. അപ്പൊ കംപ്രഷൻ പാരലൽ ടു ഗ്രെയിൻ 9.4 ആണ് നമ്മുടെ വാല്യൂ. ഓക്കെ, സോ 9.4. അപ്പൊ ഇതിൽ തന്നെ ഇതൊരു ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ്. കുറച്ച് കഴിഞ്ഞാല് again we can see ഇവിടെ ഉണ്ട്. ഇതാണ്
ഇത് ടേക്ക് ഫ്രം മധ്യപ്രദേശ് ആണ്. ഇതിന്റെയും പ്രോപ്പർട്ടീസ് മാറും. നമുക്കത് ഗിവൺ അല്ലെങ്കിൽ എഴുതുക ഫ്രം കൺസിഡേർഡ് ഫ്രം ദ ഉത്തർപ്രദേശ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഐ വിൽ ബി അവാർഡിങ് ഫുൾ മാർക്സ്. ദെൻ അപ്പോൾ 9.4 കിട്ടി. ഷോർട്ട് കോൾ ആയതുകൊണ്ട് തന്നെ എന്താണോ ഒറിജിനൽ സ്ട്രെസ് അത് നമുക്ക് എടുക്കാൻ പറ്റും. ഷോർട്ട് കോളത്തിന്റെ ആ ഒരു ക്ലോസ് 7.6 ഈ ഒരു ഇക്വേഷൻ. അത് കഴിഞ്ഞിട്ട് ഇനി സേഫ് ആക്സിയൽ ലോഡ്. അപ്പൊ നമുക്ക് സ്ട്രെസ് അറിയാം, കംപ്രസീവ് സ്ട്രെസ് പെർമിസിബിൾ അറിയാമെങ്കിൽ ഇൻറ്റു ഏരിയ വിൽ ഗീവ് യു ദ അൾട്ടിമേറ്റ് ലോഡ്. വെരി വെരി സിമ്പിൾ ഇക്വേഷൻ ആണ്. സ്ട്രെസ് ഏരിയ സ്ക്വയർ ആണ്, 150 ആണ് കപ്പാസിറ്റി കിട്ടിയത്. 211.5 കിലോന്യൂട്ടൺ വരെ ഈ ഒരു ഷോർട്ട് കോളം ബെയർ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മളൊന്ന് ഇന്റർമീഡിയറ്റ് കോളത്തിൽ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഇൻ ദ അബവ് പ്രോബ്ലം ഇഫ് ദ unsupported length of column is 3 meter. അപ്പോൾ ലാസ്റ്റ് കേസിൽ 1.5 മീറ്റർ ആയിരുന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ ലെങ്ത് കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ലെങ്ത് കൂടുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു കോളത്തിന്റെ ബിഹേവിയർ ചേഞ്ച് ആവും. അപ്പോൾ ഈ എസ് 1.5 ആയിരുന്ന 3 ആയിട്ട് മാറും. അപ്പോൾ ഈ 11 എക്സീഡ് ചെയ്യും. വിൽ സി ഡിറ്റർമൈൻ ദ ആക്സിയൽ ലോഡ്. അപ്പൊ നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ ഫൈൻഡ് ചെയ്യും. 3/3 × 10³ 150 ചെയ്യും, 20 കിട്ടും. അപ്പൊ 20 എന്നുള്ള വാല്യൂ 11 മേലെ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് കോളം അല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇനിയുള്ളത് ഇത് ലോങ് കോളം ആണോ അതോ ഇന്റർമീഡിയറ്റ് കോളം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് K8ന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് K8 എന്നുള്ളത്? അപ്പോ ഇതില് പറയുന്നുണ്ട് K8ന്റെ ഇക്വേഷൻ. K8 is told in the initial stage. നമ്മളിവിടെ SDK8. അപ്പോൾ K8 is equal to 0.584 into root of E/FCP ആണ്. ഇതിൽ എസ് ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞതുപോലെ ഏറ്റവും ഫസ്റ്റ് പേജ് നമ്പർ 2 ഓരോ ടേമിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അവിടെയാണ് ഈ K8ന്റെ വാല്യൂ, അതേപോലെ K9 നമുക്ക് ബിൽഡപ്പ് കോളത്ത് വരുന്നുണ്ട്. K8, K9, K10 ഒക്കെ ഇക്വേഷൻ ഉള്ളത് ഇനീഷ്യൽ സ്റ്റേജിലാണ്. 0.584 in root of E/FCP. ഇതിൽ FCP എന്താണെന്നുള്ളത് FCP ഇവിടെ ഉണ്ട്. ഇറ്റ്സ് എ പെർമിസിബിൾ സ്ട്രെസ് ഇൻ കംപ്രഷൻ പാരലൽ ടു ദ ഗ്രെയിൻ. പെർപെൻഡിക്കുലർ അല്ല, പാരലൽ ആണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ദെൻ ബാക്ക് ടു ദ so K8 is equal to 0.584 into root of E/FCP all power half ആണ്. ഇതില് 99.7. ഇപ്പൊ നമുക്ക് 9.4 എന്നുള്ള വാല്യൂ ഇവിടെ ഉണ്ട് പാരലൽ ടു ദ ഗ്രെയിൻ. ആ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വാല്യൂ ഈ കോഡിലുണ്ട്. ഈ കോഡില് മുന്നേ കാണിച്ചിരുന്നതാണ്, ടേബിളിൽ എടുക്കുന്നില്ല. ഈ ഒരു മോഡുലസ് ഇലാസ്റ്റിക് വാല്യൂ ആണ്, അത് കറസ്പോണ്ടിങ് എടുത്തോളാം. then it will give you K8 is equal to 19.02. അപ്പോൾ K8ന്റെ വാല്യൂ 19.02 ആണ്, നമ്മുടെ വാല്യൂ 20 ആണ്. അപ്പോ K8ന്റെ വാല്യൂ the centerness ratio as it is greater than K8, K8നേക്കാൾ മുകളിലായതുകൊണ്ട് the column is long column ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ ഒരു 21 ഒക്കെ ആയിരുന്നെങ്കിൽ ഇത് ഇന്റർമീഡിയറ്റ് ആയേനെ, പക്ഷെ നമുക്ക് ലോങ് കോളം ആണ്. അപ്പൊ സേഫ് സ്ട്രെസ് ഫൈൻഡ് ചെയ്യാനായിട്ട് FC is equal to
ഞാൻ ഇക്വേഷനിലേക്ക് പോകണം. So, ഈ കേസ് യൂസ് ചെയ്യണം. For long column, the permissible compressive stress shall be calculated by using the following formula: 0.329 into E by S by D all square. ആ ഇക്വേഷനിലേക്ക് പോകുമ്പോൾ 0.329 E by S by D all square is equal to 0.329 constant. ഇയുടെ വാല്യൂ നമുക്കറിയാം, ഡിവൈഡ് ബൈ S by D യുടെ ഒറിജിനൽ വാല്യൂ 20 ആണ്. 20 അപ്ലൈ ചെയ്തു, കിട്ടുന്ന വാല്യൂ 8.2 ആണ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ആക്ച്വൽ മെറ്റീരിയൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 9.4 ആണ്. പക്ഷെ ലോങ് കോൾ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന സ്ട്രെസ് 8.2 ഉള്ളൂ. ഇത്രയും റിഡക്ഷൻ ഉണ്ട്. ഇനി സേഫ് ലോഡ്, അപ്പോൾ ഇന്റർമീഡിയറ്റ് കോൾ ആയിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ദ വാല്യൂ വിൽ ബി ഇൻ ബിറ്റ്വീൻ 8.2 ആൻഡ് 9.4. ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ. ലോങ് കോൾ ആയതുകൊണ്ട് ഏറ്റവും ലോവസ്റ്റ് വരുന്നത് 8.2 വരുന്നത്. സേഫ് ലോഡ് ഈസ് ഈക്വൽ ടു 8.2 ഇൻറ്റു ദ ഏരിയ വിൽ ഗീവ് യു 184.5 kN. ഇനി ഇത് തന്നെ, അതായത് ഇൻ ദ അബവ് പ്രോബ്ലം, ഇഫ് ദ മെമ്പർ ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ്, വാട്ട് ഈസ് ദ സേഫ് ആക്സിയൽ ലോഡ്? അപ്പൊ ഈ ഔട്ട്സൈഡ് എന്നുള്ള കേസ് വരുമ്പോൾ തന്നെ ആ ടേബിളിൽ ഒരു വാല്യൂ ചേഞ്ച് ഉണ്ട്. ഈ ഇവിടെ നമ്മൾ ടേബിൾ ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ മുകളിലുണ്ട് കണ്ടോ, കംപ്രഷൻ പാരൽ ടു ഗ്രെയിനില് ഇൻസൈഡ്, ഔട്ട്സൈഡ്, വെറ്റ്, ഈ 3 കേസുകളുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നാളും യൂസ് ചെയ്തിരുന്നത് ഇൻസൈഡ് മാത്രമാണ്. ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് ഔട്ട്സൈഡ് ആകുമ്പോൾ അതനുസരിച്ചുള്ള റിഡക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഔട്ട്സൈഡ് ഇതിന്റെ 9.6 ആണ്, 8.6 ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഒരു റിഡക്ഷൻ ഉണ്ട് ഔട്ട്സൈഡ് യൂസ് ചെയ്യുമ്പോൾ, ബിക്കോസ് ഓഫ് ദ എൻവയോൺമെന്റൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, സോ ബാക്ക് ടു ദ പ്രോബ്ലം. അപ്പോൾ ഇതിന്റെ S by D ഫൈൻഡ് ചെയ്തു. 3 മീറ്റർ ആണ് സപ്പോർട്ടഡ്. 150 ചെയ്യുമ്പോൾ 20 കിട്ടി. അത് ഷോർട്ട് കോളം അല്ല. K8 ഫൈൻഡ് ചെയ്തു. K8 ഫൈൻഡ് ചെയ്തപ്പോൾ 0.584 ഇൻറ്റു 99.7 into 10 power divided by 8.3, ബിക്കോസ് നമ്മളിത് ഔട്ട്സൈഡ് ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇത് കണ്ടോ, 9.4 എടുത്ത സ്ഥാനത്ത് ഇപ്പൊ 8.3 ആയിട്ട് മാറി ഔട്ട്സൈഡ് ലൊക്കേഷനിൽ. അപ്പോൾ ആ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ 20.24 എന്ന് കിട്ടും. അപ്പോൾ S by D യുടെ വാല്യൂ 11നും K8നും ഇടയിലായതുകൊണ്ട് ഇതൊരു ഇന്റർമീഡിയറ്റ് കോൾ ആയിട്ട് മാറി. അപ്പൊ നോക്കുക, ഒരു സെയിം ഡയമെൻഷൻ തന്നെ നമ്മൾ പുറത്ത് വെക്കുമ്പോഴും, അതായത് ടിമ്പർ പുറമെ യൂസ് ചെയ്യുമ്പോഴും, ലൈക്ക് ഇൻസൈഡ് ദ ബിൽഡിംഗ് യൂസ് ചെയ്യുമ്പോഴും അതിന്റെ കോളം ബിഹേവിയർ ബിക്കോസ് ഓഫ് ദി സ്ട്രെസ് കാൽക്കുലേഷൻസ് ചേഞ്ച് ആവുന്നുണ്ട്. ഇനി FCP is equal to ആ ഇക്വേഷൻ നോക്കാം. റെസ്പോണ്ടിങ് കോർഡൽ ഫോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയുണ്ട്. അപ്പോൾ ഫോർ ദ ഇന്റർമീഡിയറ്റ് കോളംസ് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ഇതാണ്. FCP ഇൻറ്റു ലോങ് ഇക്വേഷൻ ആണ്. ഇതെല്ലാം അറിയാം. S നമുക്ക് അറിയാം, K8 അറിയാം, D അറിയാം, 1.3 കോൺസ്റ്റന്റ് എല്ലാം അറിയാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ FCP 8.3 1/3, ഓക്കെ. S 3000, K8 കിട്ടിയ വാല്യൂ 20.84, D അറിയാം. അപ്പോൾ 5.66 Nm² കിട്ടി. ഓക്കെ, then we have the safe load is equal to 5.66 into 150 into 150. ടോട്ടൽ ഏരിയ ചെയ്യുമ്പോൾ 127.4 kN കിട്ടി. ഇതാണ് കപ്പാസിറ്റി വരുന്നത്. ഈ സ്ട്രെസ് ഞാൻ മുന്നേ പറഞ്ഞു ഇടയിലായിരിക്കും പറഞ്ഞു, പക്ഷെ ഇതിന്റെ കണ്ടീഷൻ ഔട്ട്സൈഡ് ആയതുകൊണ്ട് വി ക്യാൻ കമ്പയർ. അല്ല ഇൻസൈഡ് ആയിരുന്നെങ്കിൽ മാത്രമാണ് ഇതിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ വരുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മള് ഇപ്പം 3 കണ്ടത് ഒരു ഷോർട്ട് കോളത്തിന്റെ അനാലിസിസ് കണ്ടു, ഒരു ലോങ് കോളത്തിന്റെ കണ്ടു, ഇന്റർമീഡിയറ്റിന്റെ കണ്ടു. 3നും ആദ്യം ഏത് ടൈപ്പാണ് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം കറസ്പോണ്ടിങ് ടേബിളിൽ പോയിട്ട് സ്ട്രെസ് എടുക്കുക. എന്നിട്ട് ഗിവൺ സെറ്റ് ഓഫ് ഇക്വേഷൻ വെച്ച് ഏതിനാണോ ലൈക്ക് ഷോർട്ട് കോളോ അല്ലെങ്കിൽ ലോങ് കോളോ അതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കപ്പാസിറ്റി ഫൈൻഡ് ചെയ്യുക. അത്രയും സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ കോളം 150 mm in dia. ഇത് സർക്കുലർ കോളാണ്. അപ്പൊ നമ്മള് മുന്നേ കണ്ടിരുന്ന ഒരു ക്ലോസിന്റെ ഒരു കണ്ടീഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 150 mm ആണ് ഡയമീറ്റർ. ഈസ് മെയ്ഡ് ഓഫ് ഡിയോഡാർ വുഡ്. Effective length of the column is 1.2 meter. Determine the safe axial load of the round column. Okay, circular column. Location outside തന്നിട്ടുണ്ട്. അപ്പൊ കൺവേർട്ടിംഗ് ടു ഈക്വലന്റ് സ്ക്വയർ. അപ്പൊ ഇതിലേക്ക് ഇത് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ
ഈ ഒരു ക്ലോസ് പഠിച്ചിരുന്നത്. The permissible load on a column of circular cross section shall not be exceed that permitted for a square column for an equivalent cross sectional area. ഈ കണ്ടീഷൻ ഉണ്ട്. ക്ലോസ് 7.6.1.6 ആണ്. 7 ഇവിടെ ഉണ്ട്. ഈ ഒരു ക്ലോസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിനാണ് ഇങ്ങനത്തെ കൺവേർഷൻസ് ആവശ്യമുള്ളത്. നമ്മള് ആദ്യം ടോട്ടൽ ഏരിയ ഫൈൻഡ് ചെയ്തു സർക്കുലർ കോളത്തിന്റെ 5/4 × 150 സ്ക്വയർ ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ കിട്ടി. സ്ക്വയർ ആയിരുന്നെങ്കിൽ സെയിം ഏരിയ അല്ലേ കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ സ്ക്വയർ ആവുമ്പോൾ ബി സ്ക്വയർ നിന്ന് ബി ഫൈൻഡ് ചെയ്യുമ്പോൾ 132.93. ഇതാണ് സ്ക്വയറിന്റെ ഡയമെൻഷൻ വരുന്നത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെല്ലാം തന്നെ ഈ സ്ക്വയർ കോളത്തിന്റെ വെച്ചിട്ടാണ്. സെന്റർനെസ് റേഷ്യോ ഫൈൻഡ് ചെയ്യുമ്പോൾ S/D 1.2 മീറ്റർ ആണ്. ഡി നമുക്ക് കിട്ടി. ഈക്വലന്റ് ഏരിയ ഉള്ള സ്ക്വയറിന്റെ ഡയമെൻഷൻ കിട്ടി. ചെയ്തപ്പോൾ ഷോർട്ട് കോളം കിട്ടി. ഷോർട്ട് കോളം കിട്ടിയപ്പോൾ സ്ട്രെസ് വരെ ഫൈൻഡ് ചെയ്യേണ്ടത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ സേഫ് സ്ട്രെസ് എന്നുള്ളത് FCP = 6.8. ടേബിളിലേക്ക് വേണ്ടി പോകുന്നില്ല, നിങ്ങൾ നോക്കുക. ഡിയോഡാർ വുഡ് ആണ്, ഔട്ട്സൈഡ് ലൊക്കേഷൻ ആണ്. അപ്പോൾ ഇതാണ് കിട്ടുന്ന വാല്യൂ. ദെൻ സേഫ് ലോഡ് = ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഏരിയ സർക്കുലർ ഏരിയയിലാണ്. അപ്പൊ നമ്മൾ ഈ സ്ട്രെസ് ഫൈൻഡ് ചെയ്യാനായിട്ടാണ്. അത് ഈ സേഫ് സ്ട്രെസ് ഫൈൻഡ് ചെയ്യാൻ ബേസിക്കലി ഈ ഒരു ഏത് ടൈപ്പ് ഓഫ് കോളം ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് സ്ട്രെസ് ഫൈൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ കൺവേർഷൻ നടത്തിയത്. സ്ട്രെസ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സർക്കുലർ കോളത്തിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ യൂസ് ചെയ്തിട്ട് കപ്പാസിറ്റി ഫൈൻഡ് ചെയ്യാം. ഇത്ര ക്ലിയർ അല്ല എല്ലാവർക്കും? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, ഞാൻ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ഇപ്പൊ നമ്മൾ മുന്നേ കണ്ട പ്രോബ്ലംസ് എല്ലാം അനാലിസിസ് ആണ്. അതായത് നമുക്ക് സെക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ കപ്പാസിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള ചോദ്യങ്ങളായിരുന്നു. ഇനിയുള്ള ചോദ്യം എന്നുള്ളത് ഡിസൈൻ ചെയ്യാനാണ്. ജസ്റ്റ് ഇതിന്റെ റിവേഴ്സ് പ്രൊസീജിയർ ആണ്. നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്സ് നമുക്ക് മുന്നേ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, സെക്ഷൻ ഗിവൺ ആണ്, കപ്പാസിറ്റി ഫൈൻഡ് ചെയ്തു. ഇപ്പൊ നമുക്ക് കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ, തിരിച്ച് ഓരോ സ്റ്റെപ്പും പ്രൊസീഡ് ചെയ്യണം. നോക്കാം. ഒരു തേക്ക് മരമാണ്. ടീക്ക് വുഡ് കോളം ക്യാരീസ് ആൻ ആക്സിയൽ ലോഡ് ഓഫ് 1000 kN. ഇത്രയും ലോഡ് ക്യാരി ചെയ്യണം, ഇൻക്ലൂസീവ് ഓഫ് സെൽഫ് വെയിറ്റ്. എഫക്റ്റീവ് ലെങ്ത് തന്നിട്ടുണ്ട് 3.5 മീറ്റർ. ഡിസൈൻ ദ വുഡൻ കോളം. ഇത്ര ക്വസ്റ്റ്യൻ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള പാരാമീറ്റേഴ്സ് ലോഡാണ്, കപ്പാസിറ്റി ആണ്, ലെങ്ത് വന്നിട്ടുണ്ട്. അസ്യൂം ഇറ്റ് ഇസ് ഷോർട്ട് കോളം. അത് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര എളുപ്പമുണ്ട്, ബിക്കോസ് നമുക്ക് കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ടിങ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് കോളം ആണെങ്കിൽ നമുക്കറിയാം S/D യുടെ വാല്യൂ 11 താഴെ ആയിരിക്കും അറിയാം. അപ്പൊ നമുക്ക് S അറിയാം, 11 ഇസ് എ കോൺസ്റ്റന്റ്. സോ കറസ്പോണ്ടിങ് D ഫൈൻഡ് ചെയ്യുമ്പോൾ 318. അപ്പൊ നമുക്ക് 320 mm സൈസ് ഒരു ഡയമെൻഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 320 mm 320/320 സ്ക്വയർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ കോളം വിൽ ബി എ ഷോർട്ട് കോളം. അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡി അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് 320 ആണ്. S/D വീണ്ടും ഫൈൻഡ് ചെയ്യുമ്പോൾ ബിക്കോസ് നമ്മൾ 318 വേണ്ട സാധനത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് 320 ആണ്. അപ്പൊ നമുക്ക് 10.94 കിട്ടി. അപ്പോൾ ഷോർട്ട് കോളം ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ കോളം ഷോർട്ട് കോളം ആണ്. നമ്മൾ ഡയമെൻഷൻ ഫിക്സ് ചെയ്തു, ക്രോസ് സെക്ഷൻ ഫിക്സ് ചെയ്തു. ഇനി ഷോർട്ട് കോളത്തിന്റെ കേസിൽ ഡയറക്റ്റ് ആയിട്ട് അറിയാം FCC = ഒരു മോഡിഫിക്കേഷനും ഇല്ല. ഇത് ആക്ച്വലി മറ്റേ ബോക്സ് കോളത്തിനായിരുന്നു Q എന്നുള്ളത്. ഇതില്ല, നമ്മുടെ പെർഫെക്റ്റ് കോളമാണ്. അപ്പോൾ FCP ചെയ്യുമ്പോൾ ഇനി ടേക്ക് വുഡ് ഇൻസൈഡ് ലൊക്കേഷൻ പെർമിസിബിൾ. ഇത് മുന്നേ കണ്ട അതേ വാല്യൂ ആണ്. ഉത്തർപ്രദേശിലെ 9.4. ടേക്ക് വുഡ് ഇൻസൈഡ് ലൊക്കേഷൻ പെർമിസിബിൾ ഇസ് പാരലൽ ടു ഗ്രെയിൻ. FCP 9.4. ഗ്രേഡ് 1 ടിമ്പർ, സ്റ്റാൻഡേർഡ് ടിമ്പർ ആണ്. അപ്പൊ 9.4 കിട്ടി. സെക്ഷണൽ ഏരിയ റിക്വയർഡ്. അപ്പൊ നമുക്ക് മുന്നേ നമ്മൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്ത് കപ്പാസിറ്റി ഫൈൻഡ് ചെയ്തു. ഇപ്പൊ കപ്പാസിറ്റി ഡിവൈഡ് ബൈ സ്ട്രെസ് ഫൈൻഡ് ചെയ്ത് ഏരിയ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ 10 ഇത്രയും ഏരിയ വേണമെന്ന് ഫൈൻഡ് ചെയ്തു. ഇനി അസ്യൂം ലിസ്റ്റ് ഡയമെൻഷൻ ഓഫ് കോളം ഈസ് 320. അപ്പോൾ 320 എന്ന ആണ് ഒരു ഏറ്റവും സ്മോളസ്റ്റ് ഡയമെൻഷൻ നമ്മൾ ഫിക്സ് ചെയ്തത്. ഇനി ഏരിയ വേണ്ടത് 340 ആണ്. അപ്പൊ സ്ക്വയർ പറ്റില്ല, ഷുഡ് ഗോ ഫോർ റെക്ടാംഗിൾ ഓഫ് 340/320 ആൻഡ് അതർ തിങ്സ് ടു ക്യാരി എ ലോഡ് ഓഫ് 1000 kN. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. സോ പ്രൊവൈഡ് ഈ സെക്ഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഡ് എടുത്തോളൂ. ചെക്ക് ഫോർ കപ്പാസിറ്റി. അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ഇതിൽ കൂടുതലാണ്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും വി ക്യാൻ ചെക്ക് ദാറ്റ്, വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ദ ലോഡ് കപ്പാസിറ്റി വിൽ ബി മോർ.
എഫ് സി അറിയാം ഏരിയ കൂടുതൽ പ്രൊവൈഡ് ചെയ്തു 332 മതിയായിരുന്നു പ്രൊവൈഡ് ബിക്കോസ് ഇവിടെ തന്നെ 318 മതിയായിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്തത് 320 ആണ് പിന്നെ 332 സ്ഥാനത്ത് നമ്മൾ 340 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒബ്വിയസ്ലി ഏരിയ കൂടുമ്പോൾ കപ്പാസിറ്റിയും കൂടും പ്രൂഫാണ് 1000 കിലോമീറ്ററിന് നമുക്ക് കപ്പാസിറ്റി വന്നിരിക്കുന്നത് 1022 ആണ് സേഫ് ആണ് ഇത്രയുള്ള ഒരു ഡിസൈൻ പാർട്ട് വരുന്നത് സോളിഡ് കോളത്തിന് ഇത് ഇത്തിരി കൺഫ്യൂഷൻ അല്ല ഇത്തിരി കൂടി ഒരു ട്വിസ്റ്റഡ് ആണ് ബിക്കോസ് സർക്കുലർ ആവുമ്പോൾ നമുക്ക് കൺവേർഷൻസ് ഉണ്ട് ഡിസൈനിലാവുമ്പോൾ ഇത്തിരി കൂടി ഒരു സ്റ്റെപ്പ് പ്രൊസീജിയർ കൂടും ലെറ്റ്സ് സീ ദാറ്റ് ഡിസൈൻ എ സർക്കുലർ സോളിഡ് ടേക്ക് ഉത്തർപ്രദേശ് ഒരു മിനിറ്റ് circular solid peak Uttar Pradesh would column to be used in open shed. ഓപ്പൺ ഷെഡിലാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അത് എക്സ്റ്റീരിയർ ആണ് മനസ്സിലാക്കേണ്ടത് ഇന്റീരിയർ അല്ല എക്സ്റ്റീരിയർ ടൈപ്പ് എക്സ്റ്റീരിയർ ആണ് എടുക്കേണ്ട വാല്യൂ ഓപ്പൺ ഷെഡ് ടു ക്യാരി ആൻ ആക്സിയൽ ലോഡ് ഓഫ് 200 കിലോമീറ്റർ ദ കോളം ഈസ് ഇത്രയും ലെങ്ത് ഉണ്ട് 3.5 ലെങ്ത് ഉണ്ട് ആൻഡ് എൻഡ്സ് ആർ അസ്യൂം ടു ബി പിൻഡ് അപ്പൊ ഇത് തന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാല് എഫക്റ്റീവ് ലെങ്ത് ഫൈൻഡ് ചെയ്യാനാണ് അപ്പോൾ രണ്ട് എൻഡും പിൻഡ് ആവുമ്പോൾ കോളത്തിന്റെ ഒറിജിനൽ ലെങ്ത് ആയിരിക്കും എഫക്റ്റീവ് ലെങ്ത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ ഫിക്സഡ് ആവുമ്പോൾ 0.7 ഇൻറ്റു എൽ ആയിരിക്കും അതേപോലെ ഒരു എൻഡ് ഫിക്സ്ഡ് ഒരു എൻഡ് പിൻഡ് ആവുമ്പോഴും വേരിയേഷൻ ഉണ്ട് രണ്ട് എൻഡും പിൻഡ് ആവുമ്പോൾ എന്താണോ റിയൽ ലെങ്ത് അതായിരിക്കും അതിന്റെ എഫക്റ്റീവ് ലെങ്ത് ഇപ്പോൾ ക്ലോസ് പോകുമ്പോൾ അത് പെർമിസിബിൾ ലോഡ് ഓൺ കോളം സർക്കുലർ ഇതാണ് എടുത്ത് എഴുതിയതാണ് സെയിം പ്രൊസീജിയർ അല്ലെങ്കിൽ സെയിം ക്ലോസ് അപ്പോൾ ഈയുടെ വാല്യൂ അറിയാം ഇത് 8.3 ആണ് മുന്നേ എടുത്താണ് നമ്മൾ മുന്നേ ഔട്ട്സൈഡ് ലൊക്കേഷൻ വാല്യൂ കണ്ടിരുന്ന 8.3 കണ്ടിരുന്നതാണ് ദെൻ അസ്യൂം കോളം ഷോർട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക എസ് ബൈ ഡി ലെസ് ആയിട്ട് കൺസിഡർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂവിനെ എടുക്കാൻ പറ്റും നമുക്ക് required cross sectional area is equal to P by FC. So, load 200 kilometer divided by FC. Stress ഇത്രയും ഏരിയ വേണം 24,096.39 mm square of area is required to take this load. Diameter find ചെയ്യുമ്പോൾ the area pi by 4 into T square ആണല്ലോ like diameter like area വരുന്നത് അതിൽ നമ്മൾ ഡയമീറ്റർ ഫൈൻഡ് ചെയ്യും 175.16 എടുത്തു ഇനി നമ്മൾ ചെക്ക് ചെയ്യാണ് അതായത് ഇത് ഈ സ്ട്രെസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം സോ ദ ബ്രെഡ്ത്ത് ഓഫ് ദ സ്ക്വയർ ഹാവിംഗ് ഈക്വൽ ക്രോസ് സെക്ഷൻ ഏരിയ ഈ ഏരിയ വെച്ചിട്ടുള്ള കറസ്പോണ്ടിങ് സ്ക്വയറിന്റെ ഡയമെൻഷൻ വരുന്നത് 155.23 ആണ് അത് അഗെയിൻ നമ്മളത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ 11 മുകളിൽ വരുന്നുണ്ട് വാല്യൂ അപ്പൊ അത് ഷോർട്ട് കോൾ അല്ല നമ്മൾ അസ്യൂം ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഷോർട്ട് കോൾ ആണെങ്കിലും നമ്മള് സ്ക്വയർ സെക്ഷൻ വെച്ച് കമ്പയർ ചെയ്തൊക്കെ വരുമ്പോൾ വി ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് നോട്ട് ഷോർട്ട് കോൾ ഇത് നമുക്ക് അറിയേണ്ടത് ഇത് ഇന്റർമീഡിയറ്റ് ആണോ അതല്ലെങ്കിൽ ലോങ് കോൾ ആണോ എന്നുള്ളതാണ് ഷോർട്ട് കോൾ അല്ലെന്ന് ഉറപ്പിച്ചു നമ്മള് അതേപോലെ തന്നെ ഒരു കണ്ടീഷനുള്ള എസ് ബൈ ഡിയുടെ വാല്യൂ 50 താഴെയാണ് അത് ഇവിടെ ഓക്കെയാണ് 22.55 ആണ് A8 ഫൈൻഡ് ചെയ്യണം ഇക്വേഷനിൽ അപ്ലൈ ചെയ്തപ്പോൾ 20.24 കിട്ടി വാല്യൂ 22.55 ആണ് അപ്പൊ ഇത് ഒരു ലോങ് കോളാണ് സർക്കുലർ ഇതിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫൈൻഡ് ചെയ്തപ്പോൾ ഇത് ലോങ് കോളാണെന്ന് മനസ്സിലായി ഇനി നമുക്ക് ലോങ് കോളത്തിന്റെ ഇക്വേഷൻസ് യൂസ് ചെയ്യണം സിൻസ് ലോങ് കോളം diameter will have to be increased slightly say diameter 200 mm ഇനീഷ്യലി എടുത്ത ഡയമീറ്റർ 175 ആയിരുന്നു അപ്പൊ നമുക്ക് ഡയമീറ്റർ കൂട്ടുമ്പോൾ we can reduce the S by D value. അപ്പോൾ ലീസ്റ്റ് ഇപ്പൊ ഇതിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഉള്ള വാല്യൂ 175 ആയിരുന്നു അപ്പൊ നമ്മൾ ഒരു ഡയമീറ്റർ കൂട്ടിയിട്ട് വി ആർ ട്രൈങ് ടു ലോവർ ഡൗൺ അതായത് ലോങ് കോളത്തിൽ നിന്ന് ഇന്റർമീഡിയറ്റിലേക്കോ അല്ലെങ്കിൽ ഷോർട്ട് കോളത്തിലേക്ക് കുറയ്ക്കാൻ നോക്കുകയാണ് ഡിസൈൻ പ്രോബ്ലം ആണ് നമുക്കത് ചൂസ് ചെയ്യാം ഡിസൈനറിന്റെ ചോയ്സ് ആണ് അപ്പോൾ ഡയമീറ്റർ 175 വേണ്ടിയിട്ട് നമ്മൾ 200 പ്രൊവൈഡ് ചെയ്യാണ് പ്രൊവൈഡ് ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ ഏരിയ ആയിട്ട് മാച്ച് ആവുന്ന സ്ക്വയർ ഏരിയ 177 ആണ് അത് ചെയ്തപ്പോൾ 19.74 കിട്ടി അപ്പൊ അതിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ ഷോർട്ട് ആൻഡ് ലോങ് കോളം ആണ് അപ്പൊ ഇത് ഇന്റർമീഡിയറ്റ് കോളം ആണ് പ്രൊവൈഡഡ് വി ആർ പ്രൊവൈഡിങ് എ ഡയമീറ്റർ ഓഫ് 200 mm അങ്ങനെ ചെയ്തപ്പോൾ എഫ് സി ഈക്വൽ ടു എഫ് സി പി ഇൻറ്റു 1 മൈനസ് ആ ഇക്വേഷൻ യൂസ് ചെയ്തു അറിയാവുന്ന ഇക്വേഷൻ ആണ്
8.3 സ്ട്രെസ് അറിയാം, എല്ലാ വാല്യൂസ് അറിയാവുന്നതാണ്. 5.7 നമുക്ക് വേണമെങ്കിൽ ഇത് ലോങ് കോളത്തിൽ തന്നെ ചെയ്യാം കേട്ടോ, അത് പ്രശ്നമില്ല. അത് ഡിസൈനറുടെ ചോയ്സ് ആണ്. ലോങ് കോളം എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡിസൈനർ ഇത് ലോങ് കോളം മാറ്റി ഇന്റർമീഡിയറ്റിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. 8.3 ചെയ്തിട്ട് 5.7 കിട്ടി. അത് ഇൻഡു ഇത് ഏരിയ ഓഫ് ദ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് 177.25 ചെയ്തപ്പോ 182.02 എന്ന് കിട്ടി. അപ്പോ ഇത്രയും ഇൻക്രീസ് ചെയ്തിട്ടും കപ്പാസിറ്റി ഈസ് ലെസ് ദാൻ 200. സോ അൺസേഫ്, ഹെൻസ് റിവൈസ് സെക്ഷൻ. അപ്പൊ റിവൈസ് ചെയ്യണം. അപ്പൊ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കൂട്ടി ഡയമീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ക്രോസ് സെക്ഷൻ ഏരിയ കൂടും, ഇവിടെ ഏരിയ കൂടും. പക്ഷെ ഡയമീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ ഫൈൻ, ഏരിയയും കൂടും. അതേപോലെ തന്നെ ലോങ് കോൾ ഇപ്പൊ ഇന്റർമീഡിയറ്റ് ആയി, അത് വേണമെങ്കിൽ ഷോർട്ട് കോൾ ആവുകയും ചെയ്യും. അപ്പൊ ഒരു 200 മാറ്റി ഒരു 225 വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റിൽ ഓൺ ദ സേഫർ സൈഡ്. അപ്പൊ ഇവരൊരു 200 മാറ്റി 220 പ്രൊവൈഡ് ചെയ്യുവാണ്. സെയിം പ്രൊസീജിയർ, സ്ക്വയറിന്റെ 194 കിട്ടി, SBID 17.95 കിട്ടി. കോളം ചേഞ്ച് ഇല്ല, ഇന്റർമീഡിയറ്റ് തന്നെയാണ്. ഇക്വേഷനിൽ അപ്ലൈ ചെയ്തപ്പോൾ 6.59 കിട്ടി. കപ്പാസിറ്റി ഇപ്പൊ കൂടി, കാര്യം നമുക്ക് ഏരിയ കൂടി. ഏരിയ കൂടിയിട്ട് ആ ഏരിയയുടെ എഫക്റ്റ് കൊണ്ട് കപ്പാസിറ്റി 200 മുകളിൽ വന്നു. അപ്പൊ സേഫ് ആയി. Provide a circular column of diameter 220 mm, which is an intermediate column for taking the load of 200 km. ഡിസൈൻ ആകുമ്പോൾ ഇത്തിരി സ്റ്റെപ്സ് ഉണ്ട്, കാര്യം അത് സേഫ് അല്ലെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരേണ്ടി വരും. കുറച്ച് സ്റ്റെപ്സ് കൂടുതലുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത പ്രോബ്ലം, ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, ബോക്സ് കോളത്തിന്റെ ആണ്. നമുക്ക് ഒരു കമ്പാരിസൺ നോക്കാം, എന്നിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് നമുക്ക് കോളം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ ഫ്ലെച്ചർ ബീമോട് മാത്രമേ പെൻഡിങ് ഉള്ളൂ. ഓക്കെ, എ കോളം ഈസ് 250 by 250 in cross section and is made of SAL Madhya Pradesh wood. Calculate its load carrying capacity in axial compression if it is 9 meter tall. 9 meter ആണ് ടോൾ വെച്ചാൽ ഇത് ഒരിക്കലും അൺസപ്പോർട്ടഡ് ലെങ്ത് അല്ല കേട്ടോ. And used inside building, inside lana, what will be the reduction in its capacity if it were built with 4 plank of 200 by 50? And a core of 150 by 150, making the above cross section. അതായത് ഈ ക്രോസ് സെക്ഷൻ തന്നെ ഈ ഇത് ചെയ്യുമ്പോൾ എത്ര ഡിഫറൻസ് വരുന്നത് ചെക്ക് ചെയ്യുന്നത്. കേസ് 1 നോക്കാം. കേസ് 1 സോളിഡ് കോളം 250 by 250. അപ്പൊ കറസ്പോണ്ടിങ് അതിലേക്ക് പോകുന്നില്ല. സാൽ ഫ്രം മധ്യപ്രദേശ് എടുത്തു കഴിഞ്ഞാൽ ടേബിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇയുടെ വാല്യൂ ഇങ്ങനെ കിട്ടും. FCPയുടെ വാല്യൂ 10.6 എന്ന് കിട്ടും. S is equal to 9 meter. അതോടെ പറയാൻ കാര്യം, if it is 9 meter tall inside, അപ്പൊ ഇതില് ഇത് ക്ലിയർ അല്ല. ഇത് ഷുഡ് ബി അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് കൃത്യം പറയുകയോ അല്ലെങ്കിൽ രണ്ടും പിൻഡ് ആണെന്ന് പറയുകയോ ചെയ്യണം. ഓക്കെ, ബട്ട് ഹിയർ ഇറ്റ്സ് യൂസ്ഡ് ആസ് 9 മീറ്റർ. അത് അങ്ങനെ എഴുതണം, നിങ്ങൾ എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ എഴുതണം. അസ്യൂമിങ് ദിസ് ആസ് ദ അൺസപ്പോർട്ടഡ് ലെങ്ത് എന്നോ അല്ലെങ്കിൽ അസ്യൂമിങ് ബോത്ത് എൻഡ് പിൻ കണ്ടീഷൻ എടുത്ത് എഴുതണം. ദെൻ ദ സെന്റർനെസ് റേഷ്യോ SBID വാല്യൂ 9000 by 250. ഓക്കെ, 36 മേലെയാണ്, ഷോർട്ട് കോളം അല്ല. K8 ഫൈൻഡ് ചെയ്യുമ്പോൾ 20.19 കിട്ടും. നമുക്ക് 20.19 മുകളിലാണ് ഈ വാല്യൂ എന്നുള്ളത് കൊണ്ട് കോളം ലോങ് ആണ്. SBIDയുടെ വാല്യൂ 50 താഴെയാണ്, അതുകൊണ്ട് യൂസ് ചെയ്യാം. അതിന്റെ പെർമിറ്റഡ് ആണ്. സേഫ് സ്ട്രെസ് ഫൈൻഡ് ചെയ്യുന്ന ഇക്വേഷൻ കണ്ടതാണ്. ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രെസ് കിട്ടും, 3.22 കിട്ടും. കപ്പാസിറ്റി ഇത് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതായത് 201 കിലോമീറ്റർ നമുക്ക് നമ്മുടെ സോളിഡ് കോളം ക്യാരി ചെയ്യും. ഇവിടെ നിൽക്കട്ടെ. ഇനി പറഞ്ഞിട്ടുള്ളത് ഈ സെയിം സെക്ഷൻ ആണ്, അതായത് ഈ 250 by 250 എന്ന ആ ഡയമെൻഷൻ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം യൂസിങ് 200 by 50, 200 വിഡ്ത്തും 50 തിക്നെസ്സും ഉള്ള പ്ലാങ്ക് വെച്ചിട്ട്. അതേപോലെ കോറ് 150 by 150. അപ്പൊ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു, അതായത് 200. അപ്പൊ ഒരു സൈഡില് 200 plus 250 വരും, 200 plus 50 വരും. അപ്പൊ 250ന്റെ ഒരു സ്ക്വയർ വരും. അതേപോലെ ഉള്ളിലൊരു ഹോളോ കോർ വരും 150ന്റെ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു
ഉള്ളിൽ അവോയ്ഡ് ചെയ്യുമ്പോൾ എത്രത്തോളം ഒരു വാല്യൂവിൽ കുറവ് വരുന്നത് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ ഇക്വേഷൻസ് നമ്മൾ കണ്ടിരുന്നതാണ്. അത് കുറച്ച് വേരിയേഷൻ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഇതേപോലെ ഷോർട്ട് കോളത്തിന്റെ ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഇത് 8 മുന്നത്തെ 11 അതേപോലെ തന്നെ K9 വാല്യൂ ഇൻഡെക്സിൽ നോക്കണം, ഫസ്റ്റ് ഇൻഡെക്സിൽ നോക്കണം. വേറെ കേസസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ S/√D1² + D2² ആണ്. മറ്റേത് ജസ്റ്റ് D മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ S/√D1² + D2². ഇതില് D1 എന്നുള്ളത് ഞാൻ പറഞ്ഞു ഏറ്റവും സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ലീസ്റ്റ് ഡയമെൻഷൻ 250 തന്നെയാണ്. D2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ആണ്, ഉള്ളിലുള്ള ഹോളോ കോറിന്റെ ആണ്, 150 ആണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇത് ക്ലോസ് 7.6.2.1 ആണ്. 7.6.2.1 അതിന്റെ ഒപ്പം തന്നെ ഉണ്ട് ഈ സർക്കുലർ അല്ലെങ്കിൽ എന്താ പറയുക സോളിഡ് കോള കഴിഞ്ഞിട്ട് തന്നെ വരുന്നുണ്ട് ബോക്സ് ആൻഡ് ബിൽറ്റപ്പ് കോളത്തിന്റെ ഉണ്ട്. ഓക്കെ, ഈ സെയിം ഇക്വേഷൻ ഈ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ Q വരുന്നുണ്ട്. Q എന്താണെന്ന് നമുക്ക് നോക്കണം. ഇത് ഷോർട്ട് കോളം, ഇത് ഇന്റർമീഡിയറ്റ് കോളം, ഇത് ലോങ് കോളം. സോ പ്രോബ്ലം, അപ്പോൾ ഇതില് നമ്മൾ S/√of ഫൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 30.87 ആണ്. 8 ഫാക്ടർ. അപ്പൊ 8നേക്കാൾ കൂടുതലായതുകൊണ്ട് ഷോർട്ട് കോളം അല്ല. K9 വാല്യൂ കോഡിന്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് പോകണം. K9 5/2 into root of U into E/5Q FCP. കോഡിന് ക്ലാരിറ്റി കുറവാണ് ഇതില്. ഇതില് Q എന്താണ് കൊടുത്തിട്ടുണ്ട്? Q is a constant for a particular thickness of plank. അപ്പൊ തിക്നെസ്സിന് വെച്ച് വരുന്നൊരു വാല്യൂ ആണ് Q. ഇനി ഉള്ളത് U ആണ്. U എന്നുള്ളത് U also is constant for a particular thickness of a plank. അപ്പോൾ Uവും Qവും തിക്നെസ്സിനെ വെച്ച് വരുന്ന ഒരു വാല്യൂസ് ആണ്. ഇനിയുള്ളത് FCP എന്ന് അറിയാവുന്നതാണ്. ഇവിടെയും 5Q എന്നുള്ളത് വരുന്നുണ്ട്. നോക്കട്ടെ, 5Q ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. Back to the problem. അപ്പൊ നമുക്ക് K9 is equal to 5/2 into root of UE/5Q FCP. ഇതില് ക്ലോസ് 7.6.2.5 7.6.2.5 അതാണ് നമുക്ക് യുവിന്റെയും ക്യൂവിന്റെയും വാല്യൂസ് ഫൈൻഡ് ചെയ്യാനുള്ള ടേബിൾ ആയിരിക്കും. Seven point 6.2.5 അപ്പൊ എത്രേ ഉള്ളൂ? നമുക്ക് 2 വാല്യൂസേ ഉള്ളൂ. 25 mm-ന്റെയും 50 mm-ന്റെയും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 15 mm-ന്റെ ആണ്. അപ്പൊ അത് ഇന്റർപോളേറ്റ് ചെയ്യേണ്ടി വരും. തിക്നെസ് QQ. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഫോർ പ്ലാങ്ക് ദി തിക്നെസ് ഈസ് 50 mm. ഓക്കെ, സോറി, നമ്മുടെ കേസിൽ 50 mm ആണ്. അപ്പോൾ നോർമലി 25, 50 ആയിരിക്കും യൂസ് ചെയ്യുക. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർപോളേറ്റ് ചെയ്യാം വാല്യൂസ് ഇതിനിടയിലാണെങ്കിൽ മാത്രം. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ 50 ആണ്. 50യുടെ വാല്യൂസ് 0.6 1 ആണ്. ഇത് നേരെ എടുക്കുമ്പോൾ അപ്പോൾ ഇതിലൊരു കാര്യം നോക്കേണ്ടത് ക്യൂവിന്റെ വാല്യൂ 2 കേസിലും 1 ആണ്. അപ്പൊ നമുക്ക് ആ മോഡിഫിക്കേഷൻ വരുന്നില്ല. ഇവിടെ ഒരു ക്യൂ വരുന്നുണ്ട്, ഈ ക്യൂ വരുന്നുണ്ട്, അതേപോലെ ഇവിടെ എല്ലാം ക്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇൻ എഫക്റ്റില് ഈ 25 mm തിക്നെസ് അല്ലെങ്കിൽ 50 mm തിക്നെസ് ആകുമ്പോൾ ഒരു മോഡിഫിക്കേഷൻ വരുന്നില്ല. only it can be used to find the K9 value. The problem 0.61 അത് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം ഉണ്ട്. 5 into Q ആണ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ 18.81 എന്ന് കിട്ടും. അപ്പോൾ 18.81 നമ്മുടെ വാല്യൂ 30.87 ആയിരുന്നു. അപ്പൊ അതിനേക്കാളും മുകളിലാണ് നമ്മുടെ കിട്ടുന്ന വാല്യൂ K9 വാല്യൂ. അപ്പൊ അത് ലോങ് കോൾ ആണ്. ലോങ് കോൾ ആയതുകൊണ്ട് തന്നെ ലോങ് കോളത്തിന് കറസ്പോണ്ടിങ് ഇക്വേഷൻസിലേക്ക് വരണം. ഇതാണ് ഇക്വേഷൻ. 0.329 into U into U by എല്ലാം അറിയാവുന്ന വാല്യൂസ് ആണ്. U അറിയാം, മോഡുലസ് S അറിയാം, S അറിയാം, D1 D2 എല്ലാം അറിയാം. ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2.624 കിട്ടും സ്ട്രെസ് ആയിട്ട്.
and then the safe load carrying capacity is equal to അത് just multiply ചെയ്താൽ മതി into area. അപ്പോൾ ഇതില് എടുക്കേണ്ട ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഡയമെൻഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഈ ഇന്റേണൽ ലൈക്ക് ഹോളോ കോർ ഈ ഒരു എഫക്ട് ഇതിന്റെയൊക്കെ ഒരു ഓക്കെ ഇതില് ഇതൊരു കാര്യമുള്ളത് ഇതിന്റെ ഈ ഉള്ളില് ഇത് ഹോളോ കോർ അല്ല കേട്ടോ, ഇത് ആക്ച്വലി സോളിഡ് കോർ തന്നെയാണ്. പക്ഷെ ഒറ്റ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ ക്രോസ് സെക്ഷൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ പ്ലാങ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ 1, 2, 3, 4 അപ്പൊ ഇതിന്റെ ഫെറ്റിൽ 5 മെമ്പേഴ്സ് ഉണ്ട്, 5 ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഉണ്ട്, 4 എണ്ണം ഐഡന്റിക്കലും ഒരു സ്ക്വയർ ഹോളോ കോറും ഉണ്ട്. ഇതാണ് പറയുന്നത് ബിക്കോസ് 4 പ്ലാങ്ക് ഓഫ് 200/50 ആൻഡ് എ കോർ ഓഫ് 150/50. അപ്പോൾ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഒറിജിനൽ സോളിഡ് കോറും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ആകുമ്പോൾ എന്ത് ഡിഫറൻസ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോൾ ഇതിൽ കിട്ടിയ വാല്യൂ 164.032 ആണ്. അപ്പൊ മുന്നേ കിട്ടിയ വാല്യൂ 201 ആണ്. പിന്നെ ഫിറ്റിലെ ഒരു 50 അല്ലെങ്കിൽ 40 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് between the solid core and the built-up column. ആ built-up column എപ്പോഴും കപ്പാസിറ്റി കുറയ്ക്കും എന്നാണ് നമുക്ക് ഇതിനുള്ള ഒരു ഇൻഫറൻസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നെങ്കിലും